നമസ്കാരം. കൈപ്പേശ്ശേരി ഗോവിന്ദമ്പുരി. നമ്മളുടെ സനാതന ധർമ്മത്തിൽ നമ്മൾ ഒരുപാട് പ്രാർത്ഥനകൾ, നാമജപാദികൾ, ഈശ്വര പ്രാർത്ഥനകൾ, ഈശ്വര ക്ഷേത്ര ദിവസങ്ങളൊക്കെ നമ്മൾ കാണുന്നു, കേൾക്കുന്നു, എല്ലാം ചെയ്യുന്നു. അങ്ങനെ നിരവധി കാര്യങ്ങൾ എല്ലാവരും നമ്മൾ വ്യാപൃതമായാണ് നമ്മുടെ ജീവിതത്തെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ശരിക്ക് നമ്മള് മാതാപിതാക്കളോട് ചെയ്യേണ്ട കർമ്മങ്ങൾ, പിതൃക്കളോട് ചെയ്യേണ്ട കർമ്മങ്ങൾ, ഈശ്വരന്മാരോട് ചെയ്യേണ്ട കർമ്മങ്ങൾ, അങ്ങനെ നമ്മൾ നിരവധി കർമ്മങ്ങളെ കുറിച്ച്, പുറത്ത് ചെയ്യേണ്ടതിനെ കുറിച്ച് നമ്മൾ നിരവധി തവണ ഓരോ കാര്യങ്ങളിലും വളരെ വ്യക്തമായിട്ടും വൃത്തിയായിട്ടും ഒരുപാട് തവണ നിങ്ങളുടെ അടുത്ത് സംവദിച്ചിട്ടുണ്ട്. മാനുഷിക ധർമ്മത്തില്, മാനുഷിക വിശ്വാസത്തിന്റെ ധർമ്മത്തില് ഒരു കുടുംബത്തിലെ യഥാർത്ഥ ലക്ഷ്മി ആരാണ് എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ആ ലക്ഷ്മി ഭാവം ഉൾക്കൊള്ളുന്ന ആരാണ് നമ്മുടെ കുടുംബത്തിലെ വ്യക്തി എന്ന് ചോദിച്ചാൽ, ആ കുടുംബത്തിലെ അമ്മയാണ്. ഒരു കുടുംബത്തിലെ ഒരു കുടുംബനാഥ എന്ന് പറയുന്ന അമ്മയാണ് യഥാർത്ഥ ശരിക്കും ലക്ഷ്മി ഭഗവതി. എന്താ അങ്ങനെ പറയണേ? എന്താ അതിന് കാരണം? അങ്ങനെയൊക്കെ ഒരു സംശയം വരല്ലോ. അതാണ് ശരിക്കും ഒരു കുടുംബത്തിന്റെ വളർച്ച എന്ന് പറയുന്നത്, ഒരു കുടുംബത്തിലെ ഒരു ഒരു ഉയർച്ചയിലേക്ക് എത്തിക്കുന്നത് ശരിക്ക് നമ്മളെ സനാതന ധർമ്മത്തിലായാലും ഭഗവതിമാർക്ക് നിരവധി ശക്തി ഗുണങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞ പോലെ ഒരു കുടുംബത്തിലെ ഏറ്റവും ശക്തിമത്തായ സ്രോതസ്സാണ് ആ കുടുംബത്തിലെ മാതാവ്, അല്ലെ കുടുംബിനി. നമുക്ക് വളരെ ലഘുവായിട്ട് ചിന്തിച്ചു നോക്കാം. ശരിക്ക് ചില കുടുംബങ്ങളിൽ നാമം ജപിക്കാത്ത, അമ്പലത്തിൽ പോകാത്ത, പ്രാർത്ഥനകളില്ലാത്ത, അല്ലെങ്കിൽ ഒന്നിനോടും എല്ലാത്തിനോടും വിരക്തിയായി നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുള്ള കുടുംബിനികളുള്ള കുടുംബങ്ങളുണ്ട്. അപ്പം നല്ല നാമം ജപിക്കുന്ന, നല്ല പ്രാർത്ഥിക്കുന്ന, എല്ലാ നൊയമ്പുകളും എടുക്കുന്ന, എല്ലാ ക്ഷേത്രദർശനം നടത്തുന്ന ആൾക്കാരും അതുകൊണ്ട് രണ്ടു കൂട്ടരും നമ്മുടെ നല്ല ശരിക്ക് ഈ വിശ്വാസത്തിന്റെ പാതയിൽ ജീവിക്കുന്നവരും അല്ല, ഇതൊക്കെ മതി എന്ന് നിരീക്കുന്ന രണ്ടുപേരുണ്ട്. ഒരു കുടുംബത്തില് ഒരു വീട്ടമ്മയ്ക്ക് വളരെ നല്ല ഗംഭീരമായി നിൽക്കുന്ന ഒരു ഗ്രഹത്തിൽ താമസിക്കുവാനോ, നല്ല മുന്തിയ ഭക്ഷണങ്ങൾ കഴിക്കുവാനോ, നല്ല ആഭരണാദികൾ ധരിക്കാനോ, നല്ല വസ്ത്രങ്ങൾ ധരിക്കാനും, നല്ല നല്ല ബന്ധുമിത്രാദികൾ ഉണ്ടാവാനും ആ സ്ത്രീക്ക് ഒരു യോഗമുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ അവരുടെ നാമജപത്തിലൂടെ, അവരുടെ പ്രാർത്ഥനയിലൂടെ, അവർ ചെയ്യുന്ന അനുഷ്ഠിക്കുന്ന കർമ്മത്തിലൂടെ, അവർ ചെയ്യുന്ന ദാനത്തിലൂടെ, അവരുടെ സനാതന ധർമ്മത്തിൽ വിശ്വസിക്കുന്ന പ്രവൃത്തിയിലൂടെ അവർക്ക് ആ യോഗം വന്നു ചേരുമ്പോൾ ആ യോഗം ചെയ്തു കൊടുക്കേണ്ട ആരാണ്? ആ കുടുംബത്തിലെ കുടുംബനാഥനും മക്കളുമാണ്. അവര് വളരെ ഉന്നതിയിലെത്തും. ആരുടെ യോഗം കൊണ്ടാ? ഈ അമ്മയുടെ യോഗം കൊണ്ട്. അമ്മയ്ക്ക് അങ്ങനെ ഒരു യോഗമുണ്ട്. അമ്മയ്ക്ക് ബെൻസയിൽ നടക്കാനാ യോഗം എങ്കിൽ ഒന്നല്ല ഭർത്താവിന് ബെൻസ് മേടിക്കാനുള്ള പൈസ ഉണ്ടാവും, അല്ലെ മക്കൾ അത്രയും ഉന്നതിയിലേക്ക് എത്തും. അപ്പൊ യഥാർത്ഥ ലക്ഷ്മി എന്ന് പറയുന്നത് ആരാണ്? അവിടുത്തെ മാതാവ് തന്നെയാണ്, അവിടുത്തെ അമ്മ തന്നെയാണ്. എന്താ ഇപ്പൊ അങ്ങനെ പറയാൻ കാരണം? കലിയുഗത്തിൽ നമ്മൾ വളരെ വളരെ സ്പീഡിയായ ജീവിതത്തിലൂടെ നമ്മൾ ജീവിതത്തെ സഞ്ചരിക്കുമ്പോഴും, നമ്മൾ വളരെ ഓരോ മിനിറ്റും നമുക്ക് വിലപ്പെട്ടേറെ നമ്മൾ സഞ്ചരിക്കുമ്പോഴും, നമ്മൾ സനാതന ധർമ്മത്തിൽ നിന്ന് പുറകോട്ട് പോകുമ്പോൾ നമ്മൾ നിഷ്കർഷിക്കേണ്ട ഒരു പ്രത്യേകതയാണ് കുടുംബത്തിലെ കുടുംബനാഥന്മാരുടെ ഈശ്വര പ്രാർത്ഥനയാണ് ആ കുടുംബത്തിന്റെ നിലനിൽപ്പ്. ഒരു കുടുംബത്തിന്റെ നിലനിൽപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് ആ കുടുംബത്തിലെ കുടുംബനാഥയുടെ ശക്തിയാണ്, അവരുടെ സത്യമാണ്. വളരെ സത്യത്തോടു കൂടി നിൽക്കുന്ന, വളരെ നന്മയോടുകൂടി നിൽക്കുന്ന, അല്ല വളരെ പ്രാർത്ഥനയോട് നിൽക്കുന്ന ഒരമ്മ കുടുംബത്തുണ്ടെങ്കിൽ നിങ്ങൾ എഴുതി വെച്ചോളൂ, ആ കുടുംബം ഉത്തരോത്തര അഭിവൃദ്ധിയിലെത്തും. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് എന്താ? ആ കുടുംബത്തിലെ ലക്ഷ്മി എന്ന് പറയുന്നത് അവിടുത്തെ അമ്മ തന്നെയാണ്, ആ കുടുംബിന് തന്നെയാണ്. അതിനകത്ത് സംശയങ്ങളൊന്നും വേണ്ട. കാരണം നിരാകാരം വളരെ മോശമായ പ്രവൃത്തിയിലൂടെ സഞ്ചരിക്കുകയും വളരെ ഈശ്വരനിൽ നിന്ന് ഒരുപാട് ദൂരെ സഞ്ചരിക്കുമ്പോൾ അവർക്ക് കഷ്ടകാലമാണ് അനുഭവിക്കാൻ യോഗ്യത എങ്കിൽ, അല്ലെങ്കിൽ രോഗദുരിതങ്ങളാണ് അനുഭവിക്കാൻ യോഗ്യതയെങ്കിൽ, ആ രോഗത്തിലൂടെയും ആ കഷ്ടതയുടെയും ഇവരിലൂടെ തന്നെ ആ കുടുംബാംഗങ്ങളിൽ എല്ലാവർക്കും എത്തിച്ചേരും. ജാതകത്തിലൂടെ നോക്കിയാലും ഒരു കുടുംബിനിയുടെ ജാതക ഫലം നന്നായി കഴിയുമ്പോൾ അവരുടെ പാർട്ണറായി നിൽക്കുന്ന ആ വ്യക്തി ആരാണോ അദ്ദേഹം ഉത്തരോത്തര അഭിവൃദ്ധിയിലെത്തും. ഒരു കുടുംബിനിയുടെ മക്കൾ നല്ല നിലയെത്തണം, അവരുടെ പ്രാർത്ഥന മാത്രം മതി അവരുടെ മക്കൾ അത്യുന്നതയിലെത്താനായിട്ട്. അപ്പൊ സനാതന ധർമ്മത്തിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സ്ത്രീകളെ തന്നെയാണ്. അവരോടുള്ള ബഹുമാനം തന്നെയാണ്, അവരോടുള്ള പ്രാർത്ഥന തന്നെയാണ്,
നമ്മൾക്ക് അവരോട് തന്നെയാണ്. കാരണം അമ്മയ്ക്കാണ് നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്, ദേവിമാർക്ക് അതിനും പ്രാധാന്യം കൊടുക്കുന്നത്. അതുപോലെ ശ്രീലക്ഷ്മി സങ്കല്പത്തിൽ തന്നെയാണ്, ആ ദേവി സങ്കല്പത്തിൽ തന്നെയാണ് കുടുംബത്തിലെ അമ്മമാരെ നമ്മൾ സങ്കല്പിക്കുന്നത്. ആ ലക്ഷ്മി സ്വഭാവത്തില്, ആ ലക്ഷ്മി രീതിയില് നാമജപാദികളും പ്രാർത്ഥനാദികളും സൽക്രിയകളും ചെയ്യുന്ന ഒരു കുടുംബിനെയുള്ള കുടുംബത്തില് ഒരു കാരണവശാലും ഒരിക്കലും ഒരു കാലത്തും ഒരു നാശമോ ഒരു മോശമോ വരില്ല. മനുഷ്യ മനസ്സിനെ മാറ്റുക, നാമജപത്തിലൂടെ മാറ്റുക, മനുഷ്യ മനസ്സിലുണ്ടാകുന്ന നിർമാല്യങ്ങളെ തൂത്തെറിയുക. അതിനുവേണ്ടി നമ്മൾ ഒരുപാട് പൂജകളും യാഗങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ അനുവർത്തിക്കേണ്ട ഒരു ഗുണഗണങ്ങളും നമ്മളിൽ ഉണ്ടാകുമ്പോഴാണ്, അനുവർത്തിക്കേണ്ട ചിന്താഗതികൾ നമ്മളിൽ ഉണ്ടാകുമ്പോഴാണ്, അനുവർത്തിക്കേണ്ട രീതികൾ ഉണ്ടാകുമ്പോഴാണ് ആ കുടുംബത്തെ ശ്രേഷ്ഠമാക്കുന്നത്. എല്ലാ ദിവസവും കരഞ്ഞുകൊണ്ട് ഒരു കുടുംബിനി ആഹാരം പാചകം ചെയ്തു കഴിഞ്ഞാൽ, എല്ലാ ദിവസവും സങ്കടപ്പെട്ട് ത്രിസന്ധ സ്ത്രീക്ക് ഇരിക്കേണ്ടി വന്നാൽ, എല്ലാ ദിവസവും വിഷമതകൾ കൊണ്ട് ഒരു സ്ത്രീ കരയേണ്ടി വന്നാൽ, ആ കുടുംബത്തിലെ ലക്ഷ്മി ഭഗവതി ഒരിക്കലും കടാക്ഷിക്കില്ല. അതാണ് അതിന്റെ മറ്റൊരു തത്വം. നമ്മുടെ ആ സ്ത്രീകൾക്ക് അല്ലെങ്കിൽ നമ്മുടെ കുടുംബിനിക്ക് മോശമാകുന്ന ഒരു അവസ്ഥാന്തരം ആ കുടുംബം സൃഷ്ടിച്ചാൽ, എന്നുവെച്ചാൽ അനാവശ്യമായി നിൽക്കുന്ന വഴക്ക് പറയുക, ഉപദ്രവിക്കുക, അങ്ങനെയൊക്കെ ചെയ്ത് ആ കുടുംബത്തിലെ നാഥയായ കുടുംബിനിക്ക് സങ്കടമുണ്ടാകുന്ന അവസ്ഥ, വളരെ വിഷമിച്ച് ഭക്ഷണം പാകം ചെയ്തു കഴിഞ്ഞാൽ ആ ഭക്ഷണം പോലും ശുദ്ധാവില്ല എന്നാണ്. 3 നേരൊക്കെ അവർക്ക് സങ്കടങ്ങളാണെങ്കിൽ അവരുടെ കുടുംബത്ത് നന്മയല്ല ദാരിദ്ര്യം ഉണ്ടാവുള്ളൂ. അപ്പൊ ആ കുടുംബത്തിൽ ഇരിക്കുന്ന ആ അമ്മയെ ലക്ഷ്മി സങ്കല്പത്തിൽ തന്നെ നമ്മൾ പെരുമാറുകയും കുടുംബാംഗങ്ങൾ പെരുമാറുകയും ലക്ഷ്മി സ്വഭാവത്തിൽ അവർ ജീവിക്കുകയും ചെയ്താൽ അതാണ് യഥാർത്ഥമായി നിൽക്കുന്ന ഐശ്വര്യത്തിന്റെ നിറകുടം എന്ന് പറയുന്നത്. യഥാർത്ഥമായി നിൽക്കുന്ന കുടുംബത്തിന്റെ ശ്രേഷ്ഠതയും നന്മയും ഐശ്വര്യവും അത് തന്നെയാണ്. നമ്മളെ സനാതനധർമ്മ സ്ത്രീകളെ ബഹുമാനിക്കാൻ തന്നെയാണ് പഠിപ്പിക്കുന്നത്, സ്ത്രീകളെ പൂജിക്കാൻ തന്നെയാണ് പഠിക്കുന്നത്. നാരീപൂജയൊക്കെ അതിന്റെ ഭാഗമാണ്. അപ്പോൾ നമ്മളുടെ കുടുംബത്തിലുണ്ടാകുന്ന ആ പ്രധാനപ്പെട്ട ആരാണോ ആ വ്യക്തിയെ നമ്മൾ പൂജിക്കുക, മനസ്സുകൊണ്ട് പൂജിക്കുക, നമ്മൾ ബഹുമാനിക്കുക. അതുപോലെ തന്നെ അവർക്ക് അവരുടേതായ സ്ഥാനമാനങ്ങൾ കൊടുക്കുക. അത് നമ്മൾ കർമ്മത്തിലൂടെ ചെയ്യേണ്ട കാര്യങ്ങൾ കർമ്മത്തിലൂടെ ചെയ്യുമ്പോഴാണ് മോക്ഷത്തിലേക്ക് നമുക്ക് സഞ്ചരിക്കാൻ പറ്റുള്ളൂ. നമ്മൾ എപ്പോഴും നാമം ജപിച്ചിട്ട് നമ്മൾ വീട്ടിൽ വഴക്കും വെക്കാണോ അവർക്ക് സങ്കടവും കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മോക്ഷത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റില്ല. അതുപോലെ തന്നെ 24 മണിക്കൂർ നാമം ജപിച്ചിട്ട് സനാതനധർമ്മത്തില് ചെയ്യുന്ന കർമ്മങ്ങൾ പൂർത്തിയാക്കാൻ കുടുംബിനിക്ക് പറ്റിയില്ലെങ്കിലും കുടുംബത്തെ നാശമാണ്. അപ്പൊ അതിനാൽ ഒരു കുടുംബത്തിലെ യഥാർത്ഥ ലക്ഷ്മി എന്ന് പറയുന്നത് ആ കുടുംബിന് തന്നെയാണ്. ഒരു കുടുംബത്തിലെ യഥാർത്ഥ ഐശ്വര്യം എന്ന് പറയുന്നത് ആ കുടുംബിന് തന്നെയാണ്. ആ കുടുംബിനെയുള്ള കുടുംബാംഗങ്ങളുടെ മനോഭാവം, കുടുംബിനിക്ക് കുടുംബാംഗത്തിനോടുള്ള മനോഭാവം ഒരേ തൂവൽ പക്ഷി പോലെ ഒരേ നേർരേഖയിലായാൽ മാത്രമാണ് അതിന്റെ ഐശ്വര്യം ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് അമ്മമാര് മറ്റുള്ളവരെന്തായാലും ചില ആൾക്കാർക്കൊക്കെ ഇപ്പൊ അമ്പലത്തിൽ പോകാൻ മടി വരുന്നു, നാമം ജപിക്കാൻ മടി വരുന്നു, അങ്ങനെയൊക്കെ പറഞ്ഞാലും ആ കുടുംബത്തിലുള്ള അമ്മമാര് വളരെ ചിട്ടയോടുകൂടി അത്യാവശ്യം ദാനങ്ങളും പ്രാർത്ഥനകളും നാമജപാദികളും ഉണ്ടെങ്കിൽ ആ അമ്മയുടെ ഐശ്വര്യം മാത്രം മതി ഒരു കുടുംബം നിലനിൽക്കാൻ. ആ അമ്മയുടെ ഐശ്വര്യം മാത്രം മതി അതിനവിടെ സുഹൃതം ഉണ്ടാവാൻ. ആ അമ്മയുടെ ഐശ്വര്യം മാത്രം മതി ആ മക്കള് നന്നാവാൻ. ആ അമ്മയുടെ ഐശ്വര്യം മാത്രം മതി ആ ഭർത്താവ് സുഹൃതത്തിലേക്ക് വരാൻ. അതുകൊണ്ട് രണ്ട് പക്ഷത്തുനിന്നും അതേ രീതിയിൽ പിന്തുടരുകയും ആ കുടുംബത്തിലുള്ള ലക്ഷ്മിയെ ലക്ഷ്മിയായി കണ്ട് പൂജ കഴിക്കുകയും ചെയ്താൽ, ലക്ഷ്മിയായി സങ്കല്പിച്ചു പോവുകയും ചെയ്താൽ, നാമജപം പോലെ തന്നെയാണ് നമ്മുടെ ഇങ്ങനെയുള്ള പ്രവൃത്തിയും അതിന്റെ ഗുണവും അത് അങ്ങ് എന്താ പറയുക, അങ്ങ് അനന്തരകോടി ഗുണത്തിലേക്കാണ് അത് പോകുന്നത്. അതുകൊണ്ട് യഥാർത്ഥ ലക്ഷ്മി കുടുംബിനി തന്നെയാണ്, ഭഗവതി തന്നെയാണ്. അതിന്റെ ഐശ്വര്യമാണ് ഒരു കുടുംബത്തിന്റെ നിലനിൽപ്പ്. നമസ്കാരം.